പുരുഷന്മാർക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു മോഡേൺ സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് പണ്ട് പ്രേമെന്ന് പറഞ്ഞൊരു വാക്ക് മിണ്ടിയ മട്ടക്കെണ്ണ എടുത്ത് പോയത്, ദാറ്റ് മീൻസ് മടൽ വെട്ടി ഓടിച്ചുകൊണ്ടിരുന്ന ടീംസാണ് ഇപ്പോൾ നമ്മൾ പ്രേമിക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ സെറ്റാക്കാൻ വേണ്ടി പെൺകുട്ടികളെ സെറ്റാക്കുമെന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. പെണ്ണ് കിട്ടാനില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ഈവൻ ഫാമിലിയിലായിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, സൊസൈറ്റിയിൽ നിന്ന് വരെ ഇങ്ങനൊരു പുരോഗമന ആശയമാണ് നമ്മൾക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പ്രേമിക്കൂ, നിങ്ങൾ സെറ്റാക്കൂ, എന്നിട്ട് കല്യാണം എന്ന് പറഞ്ഞ പ്രോസസ്സിലേക്ക് പോകും. അങ്ങനെ നൈസായിട്ട് ഈവൻ കാരണവന്മാർ വരെ, നീ വല്ല എല്ലായിടത്തും പോകുന്നവരല്ലേ, എവിടെയെങ്കിലും ഒരാൾ സെറ്റാക്കിയോ എന്ന് പറഞ്ഞ് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. ഒരു കാലത്ത് പ്രണയവിവാഹങ്ങളെ എതിർക്കുകയും സദാചാരബോധത്തെ ചേർത്ത് പിടിക്കുകയും ചെയ്ത നാട്ടിലെ ആൾക്കാരെല്ലാം ഇന്ന് കുടുംബത്തിലെ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാത്തത് കൊണ്ട് അവരെ പ്രേമിക്കുവാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങളൊന്ന് പ്രണയിക്കൂ, പ്രണയിച്ച് കല്യാണത്തിലേക്ക് എത്തൂ. കരയോഗങ്ങളുടെയൊക്കെ പ്രധാനികളായിട്ടുള്ള മാമന്മാർ ഇന്ന്, അല്ലെങ്കിൽ ഈ കാലത്ത് ആര് ജാതി നോക്കാനാണ്? ഈ ജാതിയും ജാതകമൊന്നും വലിയ കാര്യമാക്കിയൊന്നും വേണ്ട. നല്ല ജോലിയിലൊരു പെണ്ണിനെ നോക്കുക, സെറ്റാക്കുക, എന്നിട്ട് കല്യാണം പരിപാടിയിലേക്ക് പോകും. അതേ ഇന്നത്തെ കാലത്ത് നോക്കണ്ടു എന്നൊക്കെ പറയുന്നു. അറ്റ്ലീസ്റ്റ് ആ പഠിക്കുന്ന സമയത്താണ് ഈ പ്രോത്സാഹനം കിട്ടിയതുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു ട്രൈ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാമായിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല. ഈ പറയുന്നതെങ്ങാനും കേട്ട് ഏതെങ്കിലും പെൺകുട്ടികൾ ഇൻഫ്ലുവൻസ്ഡ് ആയാൽ നിങ്ങളെല്ലാം തീർക്കും. ഈ ഒരു ആനുകൂല്യം ആൺകുട്ടികൾക്ക് മാത്രമുള്ളതാണ്. നിങ്ങൾക്ക് ജാതി, ജാതകം തുടങ്ങിയ എല്ലാ ഇതും നിലവിലും ഫോളോ ചെയ്യേണ്ട അവസ്ഥയിലാണ്. ഭാവിയിൽ ശരിയാവും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ പ്രേമിക്കുന്നതെല്ലാം തെറ്റല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാവോ, അങ്ങനെയല്ലേ നിങ്ങളങ്ങനെ പഠിപ്പിച്ചത്? അപ്പോൾ നിങ്ങൾ തന്നെ സദ്ഗുണ സമ്പന്നയായ ഒരാളെ ഞങ്ങൾക്ക് വേണ്ടി കണ്ടെത്തി തരിക, അത്രേ പറയാനുള്ളൂ. പിന്നെ ഈ കല്യാണത്തിന് പറയുമ്പോൾ ആർക്കെങ്കിലും നനവില്ലേ, പോകുന്നു.